ഹലോ, പുതിയ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം. ഞാനിപ്പോൾ പാലക്കാട് നൂറിലുള്ള കാർലിൻസ് യൂസർ കാർ ഷോറൂമാണ്. ഈ ഷോറൂമിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റംസാൻ ഓഫറായിട്ട് നല്ല 7 സീറ്റർ 5 സീറ്റർ വാഹനങ്ങൾ ഒരുപാടധികം വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായാലോ. ബയോ പാലക്കാട് നൂറണി ബസ് സ്റ്റോപ്പ് നിയർ ബസ് സ്റ്റോപ്പ് കാർ ലിങ്ക്സ് എന്നാണ് പേര് സ്ഥാപനത്തിന്റെ. എൻ്റെ പേര് മുഹമ്മദ് കമാൽ. ഇത് ഒരുപാട് വാഹനങ്ങൾ 7 സീറ്റർ വാഹനങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിലും അതേപോലെ 80% ലോൺ കിട്ടും. അങ്ങനത്തെ വാഹനമല്ല ഇവിടെ ഉള്ളത്. അതെ, നമുക്ക് ആദ്യം ഏത് വാഹനം? TUV 300 T10 ആണ് ഇത് വരുന്നത്. KL70 ചിറ്റൂർ രജിസ്ട്രേഷൻ ആണ്. മോഡൽ എത്ര വരുന്നത്? 2017-18 രജിസ്ട്രേഷൻ. 2017-18 രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ ആണോ അല്ലേ? ഫുൾ ഓപ്ഷൻ വാഹനം നോക്കിക്കോളൂ. ഫുള്ളോട് വണ്ടി, ടയേഴ്സ് വരെ 100% ടയേഴ്സ് ഉണ്ട്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലോക്കാണ് വണ്ടി. പക്ക കിലോമീറ്റർ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ചില്ലറ. 2 എയർ ബാഗ് വരുന്നതല്ലേ? 2 എയർ ബാഗ് വരുന്നതാണ്. നോക്കിക്കോളൂ, ഫുൾ ഓപ്ഷൻ വാഹനമാണ്. XUV-യുടെ TUV 300 വാഹനമാണ്. 7 സീറ്റർ വാഹനമാണ്. നോക്കൂ, പക്ക ക്വാളിറ്റി വാഹനം, നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് 570 ചോദിക്കുന്നത്. 5,70,000 രൂപ. അതിന് മോഡൽ എത്ര പറഞ്ഞു? 2017-18 രജിസ്ട്രേഷൻ. 2017-18 രജിസ്ട്രേഷൻ. 5,70,000. നമുക്ക് ലോൺ എത്ര വരും? ലോൺ മാക്സിമം 90% സിവിൽ നോക്കിയിട്ട് നമുക്കൊരു 50 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റില്ലേ? 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു TUV 300 അല്ലേ? ഫുൾ ഓപ്ഷൻ വാഹനം, ചിറ്റൂർ രജിസ്ട്രേഷൻ വാഹനം നമുക്ക് സ്വന്തം. TUV 300 ആണ്. എത്ര മോഡല്? 2017 തന്നെയാണ്. 2017 കേരള രജിസ്ട്രേഷൻ വരുന്നത്. T8 ആണ് ഇത് വരുന്നത്. ഫുൾ ഓപ്ഷൻ വരുന്നില്ല. ഫുൾ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ. അതിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. അലൈവിൽ എല്ലാം ഉണ്ട്. ടയേഴ്സും അതേപോലെ 90% ടയേഴ്സ് ഉണ്ട്. വണ്ടി കാണാൻ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 സംതിങ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ നമ്പർ ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഒറിജിനൽ ഗ്ലാസ് എല്ലാം തന്നെ ഒറിജിനൽ ഗ്ലാസ് ഒന്നായിക്കോളൂ. പക്ക ക്വാളിറ്റി ആയിട്ടുണ്ട്. നമ്പർ നമ്മൾ ലൈവിൽ കാണിക്കുന്നുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ടയേഴ്സും ഒരു 70% 90% ടയേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെല്ലാം പക്ക ഉണ്ട്. വണ്ടി ലോക്കാണ്. ഇന്ത്യയിലെല്ലാം പക്കാണ്. നല്ല ക്വാളിറ്റി ആയി വെച്ചിട്ടുണ്ട് വാഹനം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് പ്രൈസ് 5,35,000. 5,35,000 രൂപ. 5,35,000 2017-18 രജിസ്ട്രേഷൻ വരുന്ന TUV 300 ആണ്. 7 സീറ്റർ വാഹനമാണ്. നമുക്ക് ലോൺ എത്ര വരും? മാക്സിമം 90%. സിവിൽ പക്കയാണെങ്കിൽ നല്ല ലോൺ വരും. നല്ല ലോൺ. അടുത്ത് മാരുതിയുടെ XL6 ആണ് അല്ലേ? XL6 അതും കേരള രജിസ്ട്രേഷൻ വരുന്നതാണ്. എത്രയും മോഡൽ? ഓട്ടോമാറ്റിക് 2020 ഫുള്ളി ഓട്ടോമാറ്റിക് XL6 വരുന്നതാണ്. എർട്ടിഗയുടെ അതേ സെയിം ആണ്. കിലോമീറ്റർ 35,000. വെറും 35,000. 7 സീറ്റർ വാഹനമാണ്. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഫുള്ളോഡ് വാഹനമാണ് കേട്ടോ. നോക്കോളൂ, ഫുള്ളോഡ് വാഹനം. ഹൈബ്രിഡ് ആണ് അല്ലേ? ഹൈബ്രിഡ് വാഹനമാണ്. 2020 നല്ല അത്യാവശ്യം നല്ല മൈലുകൾ വാങ്ങണം. ഇന്ത്യയിലെല്ലാം പക്ക GTA കസ്റ്റമർ വെച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 35,000. വെറും 35,000 കിലോമീറ്ററോടെ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന എർട്ടിഗ XL6 ആണ്. നെക്സന്റെ വാഹനം അല്ലേ? നെക്സന്റെ വാഹനം 7 സീറ്റർ വാഹനമാണ്. കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാഹനമാണ്. പ്രൈസ് 17,500 വരും. 17,50,000 പുതിയതിന്റെ റേറ്റ്. ഇത് 10,40,000 കസ്റ്റമർ ചോദിക്കുന്നത്. 10,40,000 കസ്റ്റമർ ചോദിക്കുന്നത്. 2020 10,40,000 രൂപ കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് ലോൺ എത്ര വരും? ലോൺ മാക്സിമം ജസ്റ്റ് ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടി വരും അല്ലേ? 1 ലാഖിന്റെ അടുത്ത് ഡൗൺ പേയ്മെന്റ് ചെയ്താൽ നല്ല എക്സസൈസ്. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. ഡീസൽ പെട്രോളാ? ഡീസൽ 2016 ആവശ്യപ്പെടുന്ന നല്ല വണ്ടി. നല്ല ആവശ്യപ്പെടുന്ന വെച്ചാൽ നല്ല മൈലേജുള്ള വാഹനമാണ്. ഡീസൽ വാഹനമാണ്. ഡിസയർ ആണ്. സിംഗിൾ ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡിസയർ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്?
480. 4,80,000 മോഡൽ എത്ര? 2016. 2016 4,80,000 രൂപ പറയുന്നുണ്ട്. ഓൺഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓൺഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വാഹനമാണ്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന കിലോമീറ്റർ 1,00,000 താഴെ ഓടി. അടുത്ത ഹുണ്ടായുടെ i10 സ്പോർട്സ് ആണോ അല്ലേ? i10 സ്പോർട്സ് ഓട്ടോമാറ്റിക്. i10 സ്പോർട്സ് ഓട്ടോമാറ്റിക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക്. 2018 അല്ലേ? 2018 ഓൺഷിപ്പ് എത്രയാ? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പിൽ 2018 വരുന്ന വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാ? 4,75,000. 2018 4,75,000 രൂപയാണ്. ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ലോൺ എത്ര വരും? മാക്സിമം ഫുൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ടയേഴ്സ് ഒക്കെ 90% ടയേഴ്സ് ഉണ്ട്. ഒന്നും നോക്കണ്ട. സർവീസ് എല്ലാം മേജർ സർവീസ് എല്ലാം പക്കല്ലേ? എല്ലാം പക്കാണ്. അതേമാതിരി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വാഹനമാണ്. നിങ്ങൾക്കൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റിയ ഹുണ്ടായുടെ i10 സ്പോർട്സ് ആണ്. അടുത്ത് വീണ്ടും ഹോണ്ട അമേസ് ആണ്. ഹോണ്ട അമേസ് എത്ര? ഡീസൽ വാഹനം. നല്ല 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? 25 കമ്പനി പറയുന്നുണ്ട്. 25 കമ്പനി പറയുന്നുണ്ട്. എത്ര മോഡൽ? 2013 ഓൺഷിപ്പ് എത്ര? സെക്കൻഡ് ഓൺഷിപ്പിൽ 2011 രജിസ്ട്രേഷൻ ഉണ്ട്. ഹോണ്ട അമേസ് എത്ര ഓടിയിട്ടുണ്ട്? കസ്റ്റമർ അലയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വാഹനം. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര? 3,25 നെഗോഷിയേറ്റ് ചെയ്യാം. 3,25,000 നെഗോഷ്യബിൾ ചെയ്യാം. അത് ലോൺ കയറും നമുക്ക്? ലോൺ കയറും. മാക്സിമം ലോൺ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. വീണ്ടും ഒരു സ്വിഫ്റ്റ് ന്യൂ മോഡൽ ഡിസയർ വന്നിട്ടുണ്ട്. 2022 ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ആണ്. 2022 ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഡിസയർ ആണ്. പെട്രോൾ വാഹനമുള്ളത്? പെട്രോൾ വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. ഇന്ത്യയിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ക ക്വാളിറ്റി നല്ല വൃത്തിയത്തിന് വെച്ചത്. ഇത് ആസ്കിംഗ് പ്രൈസ് എത്ര? 5,60,000. 5,60,000 രൂപ. ഇതും 90% ലോൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. വീണ്ടും ഒരു സെല്യൂറി വന്നിട്ടുണ്ട്. സെല്യൂറി എത്ര? ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്. എത്ര മോഡൽ? 2019 ഓട്ടോമാറ്റിക്. എന്ത് വില? ചോദിക്കുന്ന വില 4,75 നെഗോഷിയേറ്റ്. 2019 ചോദിക്കുന്നത് 4,75,000. 4,75,000 നെഗോഷ്യബിൾ ആണ്. നമുക്ക് ലോൺ എത്ര? 90% കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ നമ്പർ ലൈവായി കാണിക്കേണ്ടത്. ഹിസ്റ്ററി എല്ലാം ഉള്ളതല്ലേ? എല്ലാം അപ്ഡേറ്റ് ആണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആവശ്യപ്പെടുന്നവർക്ക് തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 4,75,000 ആണ്. അതേപോലെ നമുക്കൊരു 50,000-60,000 ഡൗൺ പേയ്മെന്റ് എടുക്കാം അല്ലേ? 50,000-60,000 രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു സെല്ലൂർ ഓട്ടോമാറ്റിക് നമുക്ക് സ്വന്തമാക്കട്ടെ. വീണ്ടും ഹോണ്ട WRV വരുന്ന മോഡലാണ്. ഡീസൽ വാഹനമാണ്. എത്ര മോഡൽ? 2017 ഓൺഷിപ്പ് എത്ര? സിംഗിൾ ഓൺഷിപ്പിൽ 2017 ഫുൾ ഓപ്ഷൻ വാഹനമാണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ടയർ V ആണ്. WRV ഡോക്ടർ വാഹനമാണ്. WRV ആണ്. ലോക്കാണ്. വണ്ടി ഇന്ത്യയിലെല്ലാം പക്കാണ്. അത്യാവശ്യം ഡീസൽ വാഹനമാണ്. അത്യാവശ്യം നല്ല മൈലുള്ള വാഹനമാണ്. 10-22 കിലോമീറ്റർ മൈലേജ് ഉള്ള വാഹനമാണ്. WRV വരുന്ന ഹോണ്ടയുടെ വാഹനമാണ്. ഡീസൽ വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,00,000 അടുത്ത് ഓടിയിട്ടുണ്ട്. ആസ്കിംഗ് പ്രൈസ് എത്ര? ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,75,000 രൂപയ്ക്ക്. മോഡൽ എത്ര? 2017 17 ഡീസൽ വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്നതാണ്. 1,00,000 താഴെ ഓടിയിട്ടുണ്ട്. 5,70,000 ആണ്. ജസ്റ്റ് ഒരു ചെറിയൊരു 50,000-60,000 ഡൗൺ പേയ്മെന്റ്. നല്ലൊരു WRV ഹോണ്ടയുടെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വാഹനമാണ് അല്ലേ? ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പിൽ വാഹനം. നല്ല ക്വാളിറ്റിയിൽ വാഹനം നിങ്ങൾ സ്വന്തമാക്കട്ടോ. അടുത്തും വീണ്ടും ഒരു റെനോൾഡ് ഡസ്റ്റർ കേരള വണ്ടിയാണ്. 2-3 കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഡീസൽ വാഹനം ഡസ്റ്റർ ഉണ്ടോ? കേരള വണ്ടി ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇക്കാന്റെ കയ്യിലുണ്ട്. എത്ര മോഡൽ? 2015 ഓൺഷിപ്പ് എത്ര? സിംഗിൾ ഓൺഷിപ്പിൽ ഡസ്റ്റർ ആണ്. 2015 36-39 ഫാൻസി നമ്പർ. കേരള രജിസ്ട്രേഷൻ ആണ്. നമ്മൾ ലൈവിൽ നമ്പർ കാണിക്കുന്നുണ്ട്. എത്ര ഓടിയിട്ടുണ്ട്? 1,11,000 കിലോമീറ്റർ ഉണ്ട്. ടയേഴ്സ് ഒക്കെ ഒരു 70%, ഫ്രണ്ടിൽ 70%, ബാക്ക് ഫുൾ ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2015-16 രജിസ്ട്രേഷൻ ആണ്. ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇന്ത്യയിലെല്ലാം പക്ക കസ്റ്റമർ നല്ല നീറ്റ്. ഇത് 4x4 അല്ലല്ലോ? സാധാ 4x4 സാധാണ്. ബാക്ക് പുത്തൻ ടയർ ഉണ്ട്. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. നോക്കിക്കോളൂ. ഒറിജിനൽ ഗ്ലാസ് ഒക്കെ തന്നെ ഒന്നും മാറ്റിയിട്ടില്ല. പക്ക ക്വാളിറ്റി വാഹനമാണ് ഡസ്റ്റർ. ടയർ ബാക്ക് 2 ടയർ ഫുള്ളുണ്ട്. ഒരു ടയർ ചെറിയൊരു മോശമുണ്ട്. ബാക്കിയൊക്കെ ഓക്കെ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത് കേരള രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര? 4,70,000. 4,70,000. 4,70,000 2018
2015-16 രജിസ്ട്രേഷൻ റെനോൾഡ് ഡസ്റ്റ് 1,15,000 കിലോമീറ്റർ ഓടിയിട്ട് വീണ്ടും സിംഗിൾ ഓൺഷിപ്പ് ആണ്. ജസ്റ്റ് ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു ഡസ്റ്റ് 2015-16 രജിസ്ട്രേഷൻ വാഹനം നിങ്ങൾ സ്വന്തമാക്കട്ടോ. അടുത്ത് വീണ്ടും റെനോൾഡിന്റെ ഡസ്റ്റർ ആണ്. എത്രയും മോഡൽ? 2013 കേരള രജിസ്ട്രേഷൻ വരുന്നത്. ഓൺഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓൺഷിപ്പിൽ അലേവിലൊക്കെയുള്ള ഫുൾ ഓപ്ഷൻ വാഹനമാണ് തോന്നുന്നു അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഇന്ത്യയിലെല്ലാം കസ്റ്റമർ നല്ല വൃത്തിയാണ്. നിങ്ങൾ വാഹനം നോക്കി തന്നെ അറിയും. എല്ലാം തന്നെ ഫോർമാറ്റെല്ലാം ചെയ്ത് പക്ക ക്വാളിറ്റിയായി തന്നെ വെച്ചിട്ടുണ്ട്. റെനോൾഡ് ഡസ്റ്റ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന കേരള രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ വാഹനമാണ്. നമുക്ക് നല്ല ക്വാളിറ്റിയോടെ വെച്ചിരിക്കുന്ന വാഹനമാണ്. ടയേഴ്സും അതേമാതിരി ഒരു 70%, 4 ടയറും 70% അത്യാവശ്യം നല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. 2014 രജിസ്ട്രേഷൻ 13 രജിസ്ട്രേഷൻ. ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 3,25,000. 2013 രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന കേരള രജിസ്ട്രേഷൻ റെനോൾഡ് ഡസ്റ്റർ നിങ്ങൾക്ക് സ്വന്തം. അടുത്ത വീണ്ടും ഓൾട്ടോ LXI ആണ്. എത്ര മോഡൽ? 2006, 2030 പുതിയ ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. ഒന്നും നോക്കണ്ട അല്ലേ? LXI ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തി വെച്ചിട്ട് ടെസ്റ്റ് കാണിച്ച വാഹനമാണ്. നിങ്ങൾ ഇന്ത്യയിലെല്ലാം പക്ക ക്വാളിറ്റിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നത് നല്ല നീറ്റ് ആയിരുന്നു കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബോഡി നിങ്ങൾക്ക് നോക്കി തന്നെ അറിയും. ബാക്ക് ബോഡിയൊക്കെ പക്ക ക്വാളിറ്റിയാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെല്ലാം പക്കാണ്. ടയേഴ്സും അതേപോലെ തന്നെ ഒരു 90% ടയേഴ്സ് ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 90,000. 90,000. വെറും 90,000 രൂപയ്ക്ക് ആൾട്ടോ LXI 2031 വരെ പുതിയ പേപ്പറുള്ള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി 5 കൊല്ലത്തേക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പുതിയ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വെറും 90,000 രൂപയ്ക്ക് നല്ലൊരു ആൾട്ടോ LXI സ്വന്തമാക്കാം. ഇതൊരു ഓൾഡ് ഹോണ്ട സിറ്റി ആണ്. എത്ര മോഡൽ? 2004. പേപ്പർ എത്ര? 2029 പേപ്പർ ഉണ്ട്. നമ്മൾ കസ്റ്റമർ ഗ്ലാസ് പൊട്ടിയിട്ട് ലൈവ് ആയിട്ട് മാറ്റി കൊടുക്കും നിങ്ങൾ. ഗ്ലാസ് മാറ്റി. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 99,000. ഡീസൽ പെട്രോളാണ്? പെട്രോൾ വാഹനത്തിൽ ഹോണ്ട സിറ്റി 2004. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. വീണ്ടും ഒരു ചെവർലെറ്റിന്റെ ബീറ്റ് ആണ്. ഇതെത്രയാ? നല്ല വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ബീറ്റ് 2008. എന്തല്ല? 72,000 നല്ലൊരു ബീറ്റ് സ്വന്തമാക്കാം. വീണ്ടും ഒരു ഹോണ്ട അമേസ് ആണ്. ഹോണ്ട അമേസ് എത്ര മോഡൽ? 2017 ഡീസൽ വാഹനം. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണറിൽ 2017 ഡീസൽ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. എന്തല്ലേ? 4,49,000 നല്ലൊരു ഹോണ്ട അമേസ് സ്വന്തമാക്കാം. വീണ്ടും ഒരു ഓഫർ റേറ്റ് ആണ്. എത്ര ശരിക്കും റേറ്റ് പറയും? ശരിക്കും 5 രൂപയാണ്. റംസാൻ ആയതുകൊണ്ട് നമുക്ക് റംസാൻ ഓഫർ. എന്ത് മോഡൽ എത്ര പറഞ്ഞ? 2017. വില പറഞ്ഞത് 4,49,000. റംസാൻ ഒരു ഓഫർ കൂടി കൊടുക്കണം അല്ലേ? നോ ബാർഗൈനിങ്. 4,49,000 നല്ലൊരു ഹോണ്ട അമേസ് ഡീസൽ വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. വീണ്ടും ഒരു ഡാക്സൺ റെഡിഗോ ഉണ്ട്. റെഡിഗോ എത്ര? ഓട്ടോമാറ്റിക് ആണ്. ഹോണ്ട അമേസ് ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡാക്സൺ റെഡിഗോ ഓട്ടോമാറ്റിക്. എന്ത് വിലയാണ്? 2018 ഓട്ടോമാറ്റിക്. പഠിക്കുന്ന ആളുകൾക്കൊക്കെ സുഖമാണ്. ഓട്ടോമാറ്റിക് ആണ്. നല്ല വണ്ടിയാണ്. 2,40,000 കേരള വണ്ടിയാണ് കേട്ടോ. അതുപോലെ വീണ്ടും ഒരു വാഗണർ ഉണ്ട്. വാഗണർ എത്ര? 2014. എത്ര മോഡൽ? 2014 മോഡൽ. ഓൺഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന വാഗണറാണ്. എന്ത് വില? 3,25,000. റംസാനായിട്ട് 2,99,000. 2,99,000 റംസാൻ ഓഫറും കൂടി കൊടുക്കണം. നല്ല മോഡലുള്ള വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. വീണ്ടും ഒരു സെൻ എസ്റ്റിലോ. എന്ത് വില? 2013-14 രജിസ്ട്രേഷൻ. 2013-14 രജിസ്ട്രേഷൻ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. റംസാൻ ഓഫർ കൊടുക്കാം. എത്രയാ? 1,62,000. 1,62,000 നമുക്ക് റംസാൻ റംസാൻ നമുക്ക് ഓഫറിൽ കൊടുത്തുകൂടാ കേട്ടോ. വാഹനങ്ങളൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ്. അതേമാതിരി സ്പെഷ്യൽ ഓഫർ കാരണം റംസാൻ കാരണം സ്പെഷ്യൽ ഓഫറുകൾ എല്ലാ വാഹനങ്ങളും കൊടുക്കുന്നുണ്ട്. അതേമാതിരി 85% ലോണും ഇവിടെ അവൈലബിൾ ആണ്. 7 സീറ്റർ വാഹനങ്ങൾ, അതേമാതിരി 5 സീറ്റർ വാഹനം, എല്ലാം സിംഗിൾ ഓൺഷിപ്പുള്ള വാഹനങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് എല്ലാം ഇവിടെ ഇരിക്കുന്നത്. എല്ലാം ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ്, ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടിയെക്കുറിച്ച് അറിയാനേ കുഴപ്പമില്ല. വണ്ടിയെക്കുറിച്ച് അറിയുന്ന ഒരാളെ കൂട്ടിയിട്ട് വരിക. കാരണം വണ്ടി എല്ലാം തന്നെ ഓക്കെയാണ്. എന്നാൽ പോലും വണ്ടിയെക്കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരിക. വണ്ടിയിൽ ഓട്ടി നോക്കാൻ നല്ല സ്പേസ് ഉണ്ട്. വണ്ടിയിൽ ഓട്ടി നോക്കി ഇഷ്ടപ്പെടുന്ന ശേഷം വണ്ടി എടുക്കുക. ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാം, സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്ത വീഡിയോ ബൈ. സീ യു.